ഇന്ദ്രനാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് നന്നായി, അല്ലെങ്കിൽ ഞാൻ അവളുടെ കഥ തീർത്തേനെ. പക്ഷേ അവൾക്ക് ആയുസ് ദൈവം കൂട്ടിക്കൊടുത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ ആദ്യരാത്രിക്ക് മുന്നേ തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ അവൾക്ക് തോന്നില്ല എന്ന് ഇന്ദ്രൻ ദേഷ്യത്തിൽ പറയും. ഇത് കേൾക്കുന്ന രാജലക്ഷ്മി പരിഹാസത്തോടെ ഇന്ദ്രനോട്, അതെല്ലാം നിന്റെ കഴിവുകേടാണെന്ന് ഞാൻ പറയുകയുള്ളൂ. കാരണം അല്ലെങ്കിൽ പിന്നെ നീ ഒരാണാണെങ്കിൽ അവളെ ഇവിടെ ഒരു 2 മാസമെങ്കിലും പിടിച്ചു നിർത്താൻ നീ നോക്കിയേനെ. ഇങ്ങനെ പരിഹാസത്തോടെ രാജലക്ഷ്മി പറയുമ്പോഴേക്കും ഇന്ദ്രനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഒരു സൈക്കോയെ പോലെ അമ്മയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊല്ലാൻ നോക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് വരുന്ന അനുജനാണെങ്കിൽ ഓടി വന്നിട്ട്, ഏട്ടാ വീട് എന്തായി കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഇന്ദ്രൻ്റെ കൈ പിടിച്ചിട്ട് മാറ്റുകയാണ്. അങ്ങനെ ഇന്ദ്രനാണെങ്കിൽ ദേഷ്യത്തിൽ അവിടെ നിന്നും ഇറങ്ങി അവൻ്റെ കാറും എടുത്ത് പുറത്തേക്ക് പോകും. ഇത് കാണുന്ന രാജലക്ഷ്മി ഇളയ മകനോട് പറയും, എന്താടാ ഇവനെ കാണിക്കുന്നത്? എന്നെ അവനിപ്പോൾ കൊന്നേനെ. ഇവന് വീണ്ടും ആ ഡോക്ടറെ കാണിക്കേണ്ടി വരുമോ എന്ന് അവർ ഭയത്തോടെ പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന ഇന്ദ്രൻ്റെ അനുജൻ പറയും, അമ്മയെ ഇപ്പോൾ ഏട്ടൻ കൊല്ലാൻ നോക്കിയതല്ലേ ഉള്ളൂ, ഇനി അമ്മയെ ഏട്ടൻ കൊല്ലും, എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ്റെ അനുജൻ അവിടെ നിന്നും പോകും. അവിടെ വെച്ച് സീൻ കട്ടായിട്ട് മേനോൻ്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ ഋതുവും അനുവും സ്വാതിയും കൂടി മൊബൈലും ലാപ്ടോപ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ പൂർണിമ ഫുഡൊക്കെ തയ്യാറാക്കി വെക്കുന്നത്. അപ്പോഴേക്കും ഭക്ഷണം കഴിക്കാനായിട്ട് മാധവനും അങ്ങോട്ടേക്ക് വരുന്നു. മാധവനാണെങ്കിൽ പിള്ളേരെവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും പൂർണിമ പറയും, അവർക്ക് അങ്ങനെ സമയത്തിന് ആഹാരം കഴിക്കുന്ന ശീലമൊന്നുമില്ല, അവർ പലരും പല സമയത്തൊക്കെ കഴിക്കുന്നതെന്ന്. ഇത് കേൾക്കുന്ന മാധവനാകട്ടെ, അത് പറ്റില്ലല്ലോ, ഇന്ന് മുതൽ ആ പതിവങ്ങ് മാറ്റുകയാണെന്ന് പറഞ്ഞിട്ട് അയാൾ നേരെ പോയി മക്കളുടെ അടുത്തേക്ക് പോയി മക്കളുടെ കയ്യിലിരിക്കുന്ന മൊബൈലും ലാപ്ടോപ്പും ഒക്കെ മാറ്റിയിട്ട് ഭക്ഷണമാണ് ഏറ്റവും വലുത്, അത് കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് മക്കളെ 3 പേരെയും കൂട്ടിക്കൊണ്ട് വന്ന് ഭക്ഷണം ഇരിക്കാൻ പറയുകയാണ്. എന്നിട്ട് അയാൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോഴേക്കും മൂത്ത മകൾ അനു പറയും, എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് അച്ഛൻ വാരിത്തരണമെന്ന്. ഇത് കേൾക്കുന്ന അമ്മയായ പൂർണിമ പറയും, പിന്നെ നിങ്ങൾ ഇല്ലാ കുഞ്ഞുങ്ങളല്ലേ വാരിത്തരാനെന്ന്. അത് കേട്ടിട്ട് സ്വാതിയാണെങ്കിൽ, എന്നാൽ പിന്നെ ഞങ്ങൾ ഇന്ന് ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ പിണങ്ങി പോകാൻ പോകും. ഇത് കാണുന്ന മാധവൻ, നിങ്ങൾ പിണങ്ങിയൊന്നും പോകണ്ട, ഞാൻ നിങ്ങൾക്ക് വാരിത്തരാമെന്ന് പറഞ്ഞിട്ട് 3 മക്കൾക്കും ഭക്ഷണം വാരിക്കൊടുക്കുകയാണ്. തിരിച്ച് അവരും അച്ഛന് ഭക്ഷണം വാരിക്കൊടുക്കും. ഇത് സന്തോഷത്തോടെ നോക്കി കണ്ടുകൊണ്ട് നിൽക്കുകയാണ് പൂർണിമയും. അവിടെ വെച്ച് സീൻ കട്ടായിട്ട് പല്ലവി പഠിപ്പിക്കുന്ന കോളേജാണ് കാണിക്കുന്നത്. അവിടെ പല്ലവിയാണെങ്കിൽ സേതുവിനെ കണ്ടതും പിണക്കം മാറിയതുമൊക്കെ സ്മൃതിയോട് പറയും. അപ്പോൾ സ്മൃതി പറയുന്നുണ്ട്, സേതുവട്ടാന്ന് വിളിക്കുന്നത് വരെയൊക്കെ കാര്യങ്ങൾ എത്തിയല്ലേ എന്ന് അവൾ ഒരേ കൗശലത്തോടെ പറയുമ്പോഴേക്കും പല്ലവിയാണെങ്കിൽ, നീ എന്താണ് ഈ പറഞ്ഞു വരുന്നതെന്ന് എനിക്കറിയാം, എന്തായാലും നീ വിചാരിക്കുന്നത് പോലെയൊന്നും സേതുവേട്ടനോട് എനിക്കൊരു ഇഷ്ടവുമില്ല, സേതുവേട്ടൻ എൻ്റെ നല്ലൊരു ഫ്രണ്ട് മാത്രമാണെന്ന് പല്ലവി പറയും. ഇത് കേൾക്കുന്ന സ്മൃതി, ഇങ്ങനെയൊക്കെയാണല്ലോ ഓരോ കാര്യങ്ങൾ നടക്കുന്നത്, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണല്ലോ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന്. അപ്പോഴേക്കും പല്ലവി ആകെ വിഷമത്തിലാകും. അത് ശരിയാ നീ പറഞ്ഞത്, അതുപോലാണല്ലോ എൻ്റെ ജീവിതത്തിലും സംഭവിച്ചത്, എൻ്റെ കല്യാണം എന്ന് അവൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും സ്മൃതിയാണെങ്കിൽ, വേണ്ട അതൊന്നും ഇനി പറയണ്ട, അതിൻ്റെ കഴിഞ്ഞു പോയ കാര്യങ്ങളൊന്നും ഇനി പറഞ്ഞ് നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ എന്തായാലും ആ ഇന്ദ്രനെ ഡിവോഴ്സ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്ക്, അതോ ഇനി നിനക്ക് വല്ല മനമാറ്റവും ഉണ്ടോ എന്ന് സ്മൃതി ചോദിക്കുമ്പോഴേക്കും, ഇല്ല, ഒരിക്കലുമില്ല, ഞാനിനി ഒരിക്കലും അയാൾക്കൊപ്പം പോകില്ല, അയാൾക്കൊപ്പം ഞാൻ ജീവിക്കില്ല, അയാളെ ഞാൻ ഉറപ്പായിട്ടും ഡിവോഴ്സ് ചെയ്തിരിക്കുമെന്ന് പല്ലവിയും പറയുന്നു. ഇതേ സമയം കോളേജിലേക്ക് ഇന്ദ്രൻ വരികയാണ്. ഇന്ദ്രനാണെങ്കിൽ കുറേ സ്വീറ്റ്സൊക്കെ ആയിട്ട് വന്നിട്ട് അവിടുത്തെ പിയൂൺ സതീഷിനോട്, ഇത് ഞാൻ എൻ്റെ ഭാര്യയെ കാണാൻ ആദ്യമായിട്ട് ഭർത്താവ് ഇവിടെ വരുമ്പോഴേക്കും പിള്ളേർക്കൊക്കെ സ്വീറ്റ്സൊക്കെ ആയിട്ട് വരാമെന്ന് കരുതിയെന്ന് പറഞ്ഞിട്ട് അയാളുടെ മുന്നിലൊക്കെ നല്ലവനായ ഒരു ഭർത്താവിനെ പോലെ അഭിനയിക്കുകയാണ്. അങ്ങനെ അയാൾ നേരെ പല്ലവിയുടെ അടുത്ത് പോയിട്ട്, ടീച്ചറിൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴേക്കും പല്ലവിയാണെങ്കിൽ താഴേക്ക് വരുമ്പോഴേക്കും ഇന്ദ്രനാണെങ്കിൽ എല്ലാവർക്കും സ്വീറ്റ്സ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല്ലവി കാണുന്നതും ഇന്ദ്രനാണെങ്കിൽ അവളെ നേരെ വന്നിട്ട്, പല്ലവി നീ ആകെ പാടിപ്പോയല്ലോ, എന്നാൽ സ്വീറ്റ്സ് കഴിക്കുന്ന പറഞ്ഞ് അവനാണെങ്കിൽ സ്വീറ്റ്സ് അവൾക്ക് നേരെ നീട്ടുമ്പോഴേക്കും അവളാണെങ്കിൽ ഇന്ദ്രനെ കണ്ട ദേഷ്യത്തിൽ ആ സ്വീറ്റ്സ് തട്ടിക്കളയുകയാണ്. ഇത് കാണുന്ന ഇന്ദ്രൻ ആകെ ദേഷ്യം വരികയും, നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലി നീ എനിക്ക് നേരെ പൊട്ടിച്ചെറിഞ്ഞെങ്കിലും നിന്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഇപ്പോഴും എൻ്റെ പേര് തന്നെയാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനാണെങ്കിൽ അവളെ ബലമായിട്ട് അവിടെ നിന്നും കൂട്ടിക്കൊണ്ട് പോകാൻ നോക്കുകയാണ്. ഇതേ സമയത്ത് അവിടെ സ്വാതിയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അവളെ ക്ലാസ്സിൽ നിന്നും പുറത്താക്കിയതിന് സ്വാതിക്ക് പല്ലവിയോട് നല്ല ദേഷ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം അവളുടെ മൊബൈലിൽ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്ദ്രൻ പല്ലവിയുടെ കയ്യിൽ പിടിച്ച് ബലമായി കൊണ്ടുപോകാൻ നോക്കുമ്പോഴേക്കും പല്ലവിയാണെങ്കിൽ അവൻ്റെ കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കും. എന്നാൽ ഇന്ദ്രൻ അതുവരെ കാണിച്ചിരുന്ന ഒരു പിടിവാശിയൊക്കെ മാറ്റി അവനൊരു നല്ലവനായ ഭർത്താവിനെ പോലെ അഭിനയിക്കുകയാണ്. അപ്പോഴേക്കും അവളെ കുറേ ടീച്ചേഴ്സും കൂടി വരും.
അങ്ങനെ ഇന്ദ്രനാണെങ്കിൽ ആ കുട്ടികളുടെയും ടീച്ചേഴ്സിൻ്റെയും ഒക്കെ മുന്നിൽ വെച്ചിട്ട് പല്ലവിയെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് പറയുന്നത്. അതായത് കല്യാണത്തിന് ചെന്ന രാത്രിയിൽ നിങ്ങളുടെയൊക്കെ പല്ലവി ടീച്ചർ എൻ്റെ തലയടിച്ച് പൊട്ടിച്ചിട്ട് അവളുടെ കാമുകനോടൊപ്പം ഒളിച്ചോടി പോയി എന്നുള്ള വളരെ മോശമായിട്ടാണ് ഒളിച്ചോടി പോയെന്നൊക്കെ വളരെ മോശമായിട്ട് പല്ലവിയെക്കുറിച്ച് പറയും. പല്ലവി ആകട്ടെ ഇതൊക്കെ കള്ളാണ്, ഇയാൾ പറയുന്നതൊക്കെ കള്ളാണ്, നിങ്ങളാരും ഇതൊന്നും വിശ്വസിക്കരുതെന്ന് പറയുന്നെങ്കിലും എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടല്ലേ അവൾ ഇന്ദ്രനെ തല്ലിയത്. അതൊക്കെ കണ്ടിട്ട് ഇന്ദ്രൻ ഒരു പാവമാണെന്നും പല്ലവിയാണ് മോശക്കാരി എന്നുമൊക്കെ കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ വിചാരിക്കുകയാണ്. അങ്ങനെ എന്തായാലും ഇന്ദ്രനാണെങ്കിൽ അവനൊരു പല്ലവിയെ മോശക്കാരിയാക്കിക്കൊണ്ട് അവിടെ ഒരു അവൻ ജയിച്ച മട്ടിൽ അവിടെ നിന്നും ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകും. എന്നാൽ ഇതെല്ലാം മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ട് സ്വാതിയാണെങ്കിൽ അത് സോഷ്യൽ മീഡിയാസിലൊക്കെ ഇടുകയാണ്. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ആ ഒരു വീഡിയോ വൈറലാവും. നമ്മുടെ പല്ലവിയുടെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഇതൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ പല്ലവിയുടെ നാട്ടുകാരൊക്കെ ഇതൊക്കെ കണ്ടിട്ട് അവളെയാണ് കുറ്റപ്പെടുത്തുന്നത്. ഇന്ദ്രൻ എന്ത് പാവാണല്ലേ, അവളുടെ ഭർത്താവ് എന്ത് പാവാണല്ലേ, ഇവളെന്തൊരു മോശക്കാരിയാണ്, ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവിയാണ് ആൾക്കാർ കുറ്റപ്പെടുത്തുന്നത്. ഇതേസമയം രാജലക്ഷ്മിയും അവിടെ ഇന്ദ്രൻ്റെ വീട്ടിൽ രാജലക്ഷ്മിയും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ കാണുമ്പോൾ അവർക്ക് ആകെ സന്തോഷമാകുന്നുണ്ട്, പല്ലവി നാണം കെട്ടതിൽ. അപ്പോൾ ഇന്ദ്രനും അവിടെയുണ്ട്. ഇന്ദ്രൻ ചോദിക്കുകയാണ്, അമ്മയ്ക്ക് ഇപ്പോൾ സന്തോഷമായില്ലേ എന്ന്. അപ്പോൾ രാജലക്ഷ്മി കഴുത്തിൽ കൈവച്ചിട്ട് പറയും, എന്നാലും നീ എൻ്റെ കഴുത്തിനഴിച്ച് എന്നെ കൊല്ലാൻ നോക്കിയില്ലേടാ മോനെ എന്ന്. അപ്പോൾ ഇന്ദ്രൻ പറയും, അത് പിന്നെ അമ്മയ്ക്ക് അറിയില്ലേ, എനിക്ക് ദേഷ്യം വന്നാൽ കണ്ണ് കാണില്ലെന്ന്, അതങ്ങ് അമ്മ ക്ഷമിച്ചേക്കെന്ന് പറയും. അപ്പോൾ രാജലക്ഷ്മി, ഞാൻ ക്ഷമിച്ചേക്കാം, എന്തായാലും നീ ഇങ്ങനൊരു കാര്യം ചെയ്തതോടെ എൻ്റെ ആ വേദന ഞാൻ മറക്കുകയാണ്. എന്തായാലും അവൾക്ക് കണക്കിന് കിട്ടി, ഇങ്ങനെ അവളെ ദ്രോഹിച്ചുകൊണ്ടേ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് രാജലക്ഷ്മി ആണെങ്കിൽ ആ വീഡിയോ കണ്ട് വീണ്ടും ഇരുന്ന് ചിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം പ്രിൻസിപ്പളാണെങ്കിൽ പല്ലവിയുടെ കോളേജിലെ പ്രിൻസിപ്പളാണെങ്കിൽ അവളെ വിളിച്ചിട്ട് അവളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട കാര്യം പറയുന്നു. അവളുടെ സത്യാവസ്ഥ അവളെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിലും അയാളത് കേൾക്കാനും തയ്യാറാകുന്നില്ല. അങ്ങനെ അവൾ സ്മൃതിയുമായിട്ട് നേരെ അവളുടെ വീട്ടിലേക്ക് വരികയാണ്. അവളുടെ വീട്ടിൽ അവളുടെ അച്ഛനും അമ്മയും അനുജത്തിയും ഉണ്ട്. അച്ഛനും അമ്മയൊക്കെ ആകെ വിഷമത്തിലാണ് അവളുടെ ജോലി പോയതിൽ. എന്നാലും അച്ഛൻ പറയും, സാരമില്ല മോളെ, നമുക്ക് മറ്റൊരു ജോലിക്ക് നോക്കാം, അവൻ എന്തായാലും നമ്മളെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വിടില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുകയല്ലേ. അപ്പോഴേക്കും അമ്മ ശോഭ പറയും, ഇനി എൻ്റെ മോളെ കാണാം അവൻ ദ്രോഹിക്കാൻ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവനെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകുമെന്ന് അമ്മ പറയും. ഇത് കേൾക്കുന്ന അനുജത്തിയാണെങ്കിൽ ആ വീഡിയോ എടുത്തത് എന്നാലും ആരായിരിക്കും? ആ വീഡിയോ എടുത്തത് ഉറപ്പായിട്ടും ആ ഇന്ദ്രനാണെങ്കിൽ വീഡിയോ എടുക്കാൻ ആരെങ്കിലുമൊക്കെ പൈസ കൊടുത്ത് ഏൽപ്പിച്ചതായിരിക്കും എന്ന്. അപ്പോൾ പല്ലവി പറയും, അതൊന്നും ഇനി നമുക്ക് അറിയേണ്ട ആവശ്യമില്ല, എന്തായാലും ജോലി പോയില്ലേ എന്ന്. അപ്പോൾ അമ്മ പറയും, എന്തായാലും അത് ആരാണെന്ന് നമ്മളുടെ ഒരു സമാധാനത്തിന് നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ മോളെ എന്ന്. അപ്പോൾ ഇത് കേൾക്കുന്ന സ്മൃതി പറയും, എന്നാൽ പിന്നെ ആ വീഡിയോ എടുത്തത് ആരാണെന്ന് ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും പോകുകയാണ്. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന പല്ലവിയെ കണ്ടിട്ട് അമ്മ ശോഭ അവളോട് പറയും, മോളെ നീ വിഷമിക്കേണ്ട, നിനക്ക് ജോലി പോയില്ലെങ്കിൽ മറ്റൊരു ജോലി കിട്ടും. അഥവാ നിനക്ക് മറ്റൊരു ജോലി കിട്ടിയില്ലെങ്കിൽ എന്താ, ഞങ്ങൾക്ക് ജീവനുള്ളിടത്തോളം കാലം നിന്നെ ഞങ്ങൾ പൊന്നുപോലെ നോക്കുമെന്ന് എന്ന് പറഞ്ഞ് അമ്മ അവൾക്കൊരു സപ്പോർട്ട് കൊടുക്കുകയാണ്. ഇത് കേട്ടിട്ട് അമ്മയുടെ മുഖത്തേക്ക് വിഷമത്തോടെ നോക്കി നിൽക്കുകയാണ് പല്ലവി. ഇതോടെ എൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൻ്റെ റിവ്യൂമായി വീണ്ടും കാണാം. ബൈ.